വാർത്തകളിൽ വിശദമായി കുട്ടികളെ മാനസികമായി കൂടുതൽ കരുത്താർജിക്കാൻ പഠിപ്പിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി പി പ്രസാദ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് തുള്ളുന്ന കളിപ്പാവകളാക്കി കുട്ടികളെ മാറ്റരുതെന്നും മന്ത്രി പറഞ്ഞു. നല്ല വിമർശനങ്ങളെ ഉൾക്കൊള്ളാനും അല്ലാത്തവ തള്ളാനുമുള്ള കഴിവ് കുട്ടികൾ ആർജിച്ചെടുക്കണമെന്ന് മന്ത്രി പി പ്രസാദ് ചൂണ്ടിക്കാട്ടി. ജില്ലാ ഭരണകൂടം, കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി, യങ് കേരള ഫെലോഷിപ്പ് പ്രോഗ്രാം എന്നിവ ചേർന്ന് ആലപ്പുഴ ജില്ലയിൽ നടപ്പാക്കുന്ന നൂതന പദ്ധതിയായ ആലപ്പുഴ സ്കൂൾ ടോട്ടൽ എക്സലൻസ് പ്രോഗ്രാം സ്റ്റെപ്പ് ചേർത്തല സൗത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒരു വലിയ പരിപാടിയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടികളിൽ ഒന്നാണ് ഇത് എന്നുള്ളത്. സ്റ്റെപ്പ് എന്ന് പേര് കൊടുത്തിരിക്കുന്ന ഈ പരിപാടി. ഈ പരിപാടിയെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എത്രമാത്രം ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോയെന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു പരിപാടിയാണ്. പിന്നെന്തിനാണ് ഞാനിത്ര താല്പര്യം കാണിച്ചതെന്ന് ചോദിച്ചാൽ, ചേർത്തലയിൽ നടക്കുന്നൊരു പരിപാടി എന്നുള്ളതൊന്നുമല്ല. ഞാൻ താല്പര്യം കാണിച്ചത് നിങ്ങളെപ്പോലെ 2 മക്കൾ എനിക്കുമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അവരുടെ കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു രക്ഷകർത്താവ് എന്ന നിലയിലും ഇവിടെ വരുമ്പോൾ ചേർത്തലയിൽ ഞാൻ നിരവധി തവണ അല്ലെങ്കിൽ മിക്കവാറും ദിവസങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ കണക്കിലെടുക്കുമ്പോഴും ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നെനിക്ക് തോന്നി. ഒരു സാധാരണ സർക്കാർ പരിപാടിയോ മറ്റോ ആയിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒഴിവാക്കി മറ്റാരെങ്കിലും അത് വിളിക്കൂ എന്ന് പറഞ്ഞാൽ മാറിയനെയായിരുന്നു. ഇത് അങ്ങനെയല്ല എന്നും ജില്ലാ കളക്ടർ എന്നോട് ഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ ഈ കാര്യത്തിൽ പ്രകടിപ്പിച്ച താല്പര്യം എനിക്ക് ഭയങ്കരമായി എന്നെ ശരിക്കും അത് സ്വാധീനിക്കുന്ന തരത്തിലായിരുന്നു. ജില്ലയിലെ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യ പരിപാലനം, സ്റ്റെപ്പ് കെയേഴ്സ്, ആർത്തവ ശുചിത്വ പരിപാലനം, സ്റ്റെപ്പ് സാനിറ്ററി സൊല്യൂഷൻസ് എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. NGO ആയ സാച്ച് പദ്ധതിയുടെ ഭാഗമായി 2 സ്കൂളുകളിലേക്ക് നൽകുന്ന മെൻസ്ട്രൽ കപ്പുകളുടെ കൈമാറ്റവും മന്ത്രി നിർവഹിച്ചു. തെരഞ്ഞെടുത്ത 200 സ്കൂളുകളിലാണ് പദ്ധതി തുടക്കത്തിൽ നടപ്പിലാക്കുന്നത്. വിവിധ വകുപ്പുകളിൽ സേവനം നടത്തി വരുന്ന 70ഓളം കൗൺസിലർമാർ പദ്ധതിയുടെ ഭാഗമാകും. വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായി വരുന്ന ലഹരി ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കുന്നതിനുള്ള ശ്രമവും സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമെന്ന് പദ്ധതി നടത്തിപ്പിൻ്റെ മുഖ്യ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പറഞ്ഞു. തൊഴിൽ പരിശീലനം, കുട്ടികളുടെ അവകാശങ്ങൾ, നൈപുണ്യ വികസനം, വ്യക്തിത്വ വികസനം തുടങ്ങിയ മേഖലകളിലേക്ക് സ്റ്റെപ്പ് വ്യാപിപ്പിക്കുമെന്നും കളക്ടർ പറഞ്ഞു. സബ് കളക്ടർ സമീർ കൃഷ്ണൻ, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ TV മിനിമോൾ, ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ SR ദിലീപ് കുമാർ, എക്സൈസ് CI M മഹേഷ്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ ES ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു. AC റോഡിലെ നടപ്പാത നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കേണ്ടതുണ്ടെന്ന് കുട്ടനാട് MLA തോമസ് K. തോമസ്. ഇവിടെ അപകടങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ലെന്നും MLA അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ദിവസം AC റോഡിൽ മങ്കൊമ്പ് തെക്കേക്കര ഭാഗത്ത് കാൽനട യാത്ര ചെയ്ത സുമ എന്ന മധ്യവയസ്ക വാഹനമിടിച്ച് മരണപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു MLAയുടെ പ്രതികരണം. AC റോഡിൻ്റെ സൈഡിൽ പ്രത്യേകിച്ച് മങ്കൊമ്പിനോട് ചേർന്ന് എൻ്റെ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് ഇന്നലെ നടന്ന അതിദാരുണമായ ഒരു ആക്സിഡൻറ്റ്. സുമ എന്ന് പറയുന്ന വണ്ടി ഇടിച്ച് മരണപ്പെട്ടു. ഇത് വളരെ പരിതാപകരമായ കാര്യമാണ്. കാരണം ഈ റോഡിൽ നടന്നു പോകാനുള്ള നടപ്പാതയുടെ വർക്ക് പൂർത്തീകരിക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ള വലിയൊരു കംപ്ലയിൻറ്റ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഞാൻ ഇപ്പോൾ ഊരാലുങ്കൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് വിഷയത്തിന് അടിയന്തര പരിഹാരം കണ്ടേ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഇതിപ്പോൾ അവിടെ തന്നെ 2ാമത്തെ മരണമാണ്. ഈ ലെവലിൽ മുന്നോട്ട് പോകുന്നില്ല, ഒരു രീതിയിലും അനുവദിക്കത്തില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇത് ഗവൺമെൻറ്റും അതുപോലെ ഊരാലുങ്കലുകാരും കൂടെ ചേർന്നുകൊണ്ട് ഈ വിഷയത്തിന് പരിഹാരം കാണണം. ഇനി ഒരു ജീവൻ AC റോഡിൽ പൊലിയാൻ, ഈ രീതിയിൽ പൊലിയാൻ MLA അനുവദിക്കുക. കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ദയനീയവും ദാരുണവുമാണ്. ആ വീട്ടിൽ ചെന്നപ്പോൾ വീടിൻ്റെ അവസ്ഥ ഏറ്റവും പരിതാപകരമാണ്. ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ഈ ലെവലിൽ മുന്നോട്ട് പോകാൻ നടക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുമെന്ന് ആ ദേശക്കാർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. മറ്റ് കാരണങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും നടപ്പാത സൗകര്യം ഇല്ലാത്തതും അപകട കാരണമായെങ്കിൽ അതിന് അടിയന്തരമായി പരിഹാരം വേണമെന്നാണ് MLA ആവശ്യപ്പെട്ടത്. സർക്കാരും വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയും ഈ വിഷയത്തിൽ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും MLA പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് AC റോഡിൽ കാൽനട യാത്ര ചെയ്ത 45 വയസ്സുള്ള സുമ പിന്നാലെ വന്ന വാഹനമിടിച്ച് മരിച്ചത്. കൂട്ടത്തിലുണ്ടായിരുന്ന ലത എന്ന സ്ത്രീയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആഴ്ചകൾക്ക് മുമ്പും ഇവിടെ അപകടത്തിൽ ഒരു മരണം സംഭവിച്ചിരുന്നു.
സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ. സമ്മേളനം ആഗസ്റ്റ് 16-17 തീയതികളിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യോഗങ്ങളിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ സംഘടനാ രൂപം കൊണ്ടിട്ട് 2 വർഷങ്ങൾ ആയിട്ടുള്ള അതിൻ്റെ ഒന്നാമത് സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 16-17 തീയതികളിൽ ആലപ്പുഴയിൽ വെച്ച് നടക്കുകയാണ്. പിന്നിട്ട് 2 വർഷങ്ങൾക്കുള്ളിൽ പെൻഷൻ മേഖലയിലുള്ള ഒട്ടനേകം വിഷയങ്ങൾ, പ്രത്യേകിച്ച് പെൻഷൻ പരിഷ്കാരം, അതുപോലെ തന്നെ DA ഉൾപ്പെടെയുള്ള ഒട്ടനേകം വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭം സംഘടന സംഘടിപ്പിച്ചിട്ടുണ്ട്. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം 16-ന് പബ്ലിക് മീറ്റിംഗ് ആണ്. അത് ആലപ്പുഴ നഗരചത്രത്തിലാണ് ആ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. റവന്യൂ മന്ത്രി K. രാജനും അതുപോലെ തന്നെ മറ്റ് നേതാക്കളും അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ ദൗത്യങ്ങളിൽ സർവീസ് പെൻഷൻകാർക്ക് ഏറ്റെടുക്കാനാവുന്ന കർമ്മ പരിപാടികളെപ്പറ്റി സമ്മേളനം ചർച്ച ചെയ്യും. ആദ്യപടിയായി 10 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമ്മേളനം സമർപ്പിക്കും. സംസ്ഥാനത്തെ സർവീസ് പെൻഷൻകാർക്ക് ലഭിക്കാനുള്ള പെൻഷൻ പരിഷ്കരണ, ക്ഷാമാശ്വാസ കുടിശ്ശിക ഉൾപ്പെടെ നേടിയെടുക്കാനായുള്ള സമരങ്ങൾ സംഘടന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചികിത്സയ്ക്കും മറ്റ് ജീവിത ചെലവുകൾക്കും പണം കണ്ടെത്താനാവാതെ പെൻഷൻകാരിൽ നല്ലൊരു വിഭാഗം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. മെഡിസെപ്പ് പദ്ധതി പ്രകാരമുള്ള സേവനങ്ങൾ നിലവിൽ ഫലപ്രദമായി നടപ്പാകുന്നില്ല. പദ്ധതി ശാസ്ത്രീയമായി നടപ്പാക്കണം. പെൻഷൻകാർക്ക് പ്രത്യേക പരിഗണന വേണം. കേരളത്തിലെ പെൻഷൻകാരുടെ അനുഭവ സമ്പത്ത് സമൂഹത്തിന് പ്രയോജനപ്പെടുത്താൻ സർക്കാർ പദ്ധതികൾ വേണം തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം സമ്മേളനം ഉന്നയിക്കും. ആഗസ്റ്റ് 16-ന് നഗരചത്വരത്തിൽ C. അച്യുതമേനോനും ആധുനിക കേരളവും എന്ന വിഷയത്തെ അധികരിച്ചുള്ള സെമിനാർ റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. മുല്ലക്കര രത്നാകരൻ വിഷയാവതരണം നടത്തും. MA ഫ്രാൻസിസ് മോഡറേറ്ററായിരിക്കും. തുടർന്ന് പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. പന്ന്യൻ രവീന്ദ്രൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. TJ ആഞ്ചലോസ് അധ്യക്ഷനായിരിക്കും. 17-ന് റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10:30 നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ TJ ആഞ്ചലോസ്, R. ബാലൻ ഉണ്ണിത്താൻ, C. വാമദേവ, N. ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 10-ാം വാർഡിലെ കുഞ്ചൻ നമ്പ്യാർ സ്മൃതി മണ്ഡപം റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. പൊതുമരാമത്ത് വകുപ്പ് 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത്. 400 മീറ്റർ നീളവും 4 മീറ്റർ വീതിയിലും ഡ്രെയിനേജ് സംവിധാനത്തോടെയുമാണ് BMBC നിലവാരത്തിൽ റോഡ് പൂർത്തിയാക്കുക. റോഡ് സുരക്ഷാ ഉപകരണങ്ങൾ, മാർക്കിംഗ് എന്നിവയും ഉണ്ടാകും. എച്ചുസലം MLA റോഡ് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ സത്യസന്ധമായി ഏൽപ്പിക്കുന്ന ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഗ്രാമപഞ്ചായത്ത് അംഗം മുതൽ ഏത് സ്ഥാനത്ത് നമ്മളെല്ലാം വന്നിരുന്നാലും, പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും, ബ്ലോക്ക് പ്രസിഡന്റ് ആയാലും, MLA ആയാലും, MP ആയാലും, ആരാണെങ്കിലും ജനാധിപത്യ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവിക രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് മത്സരിക്കുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്യുകയും കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കുകയും ചെയ്യും. ജയിച്ച പൊതു ചുമതലയിലേക്ക് വന്നു ചേർന്നാൽ ആ പൊതുവായ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എല്ലാ പ്രദേശങ്ങൾക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒരു വേർതിരിവ് വെച്ചിട്ട് പ്രവൃത്തി തീരുമാനിക്കാൻ പാടില്ല. റോഡിന്റെ ഫണ്ട് അനുവദിക്കുമ്പോൾ പരിഗണിക്കാനേ പാടില്ല. അങ്ങനെ വിവേചനം കാണിക്കാൻ പാടില്ല. എല്ലാവരുടെയും ജനപ്രതിനിധിയായി പ്രവർത്തിക്കുക എന്ന കാര്യം ഉത്തരവാദിത്വമാണ്. എല്ലാ പ്രദേശങ്ങൾക്കും കഴിയാവുന്നത്രയും വികസന കാര്യങ്ങൾ ചെയ്യുക എന്ന കാര്യം പ്രധാനമാണ്. അങ്ങനെയാണ് ഞങ്ങളെല്ലാം നിശ്ചയമായി അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നവരാണ്. പഞ്ചായത്തിലെ പുതുമന, പ്ലാക്കുടി റോഡുകളുടെ നിർമ്മാണവും ഉടൻ ആരംഭിക്കുമെന്ന് MLA പറഞ്ഞു. രോഹിണി ഹൗസിൽ ചേർന്ന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ് അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ, വൈസ് പ്രസിഡന്റ് P. രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശ്രീജ രതീഷ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ K. സിയാദ്, S. ശ്രീലേഖ തുടങ്ങിയവർ സംസാരിച്ചു. നെടുമുടി നടുഭാഗം ഗവൺമെന്റ് LP സ്കൂളിൽ ഓപ്പൺ സ്റ്റേജ് ഒരുങ്ങി. സ്റ്റേജിന്റെ ഉദ്ഘാടനം അതേ വേദിയിൽ ബുധനാഴ്ച രാവിലെ 11-ന് നടത്തി. ഓപ്പൺ സ്റ്റേജിന്റെ ഉദ്ഘാടന കർമ്മം നെടുമുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മന്മഥൻ നായർ നിർവഹിച്ചു. വീണ ടീച്ചർ സംഭവമായിരുന്നു, പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ PTA പ്രസിഡന്റ് മനോജും, ഇവർ രണ്ടുപേരും കൂടെ നമ്മളോട് അപ്പോഴത്തേക്കും നമ്മൾ ഈ ഫണ്ടൊക്കെ അനുവദിച്ചു. 10 ലക്ഷം രൂപയാണ് നമ്മൾ അനുവദിച്ചത്. പക്ഷെ അതിൽ കൂടുതലുണ്ടായി. അപ്പം 2 ലക്ഷം രൂപ കൂടെ കൊടുക്കേണ്ടി വന്നാൽ 12 ലക്ഷം രൂപയുടെ ഒരു ഓപ്പൺ സ്റ്റേജാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്.
ബീന ടീച്ചർ ഇവിടെ വന്നതിന് ശേഷം ടീച്ചർ ഇതിൻ്റെ പുറകെ ഒരു ദിവസം 4 പ്രാവശ്യമെങ്കിലും നമ്മുടെ വൈസ് പ്രസിഡന്റിനെയും എന്നെയും വന്ന് കാണുകയും വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ടീച്ചറിന് നമ്മളൊരു പ്രത്യേകം ക്ഷണിച്ചാണ്. ടീച്ചറിന് ഇവിടെ വന്നില്ല. ടീച്ചറാണ് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾക്കും നമ്മൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് നമുക്കൊരു പൈസ അനുവദിക്കും, ഫണ്ട് കൊടുക്കും, അല്ലെ കോൺട്രാക്ടർ ഇത് ചെയ്യും. പക്ഷെ അതിന് പുറകിൽ നിന്ന് ചെയ്യുവാനായിട്ട് PTA പ്രസിഡന്റും നമ്മുടെ HMO അതുപോലെ PTA അംഗങ്ങളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ നമ്മുടെ വൈസ് പ്രസിഡന്റും ഒക്കെ ഇതിന് മുൻകൈ എടുത്തു എന്നുള്ളതാണ്. ഉദ്ഘാടന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വർഗീസ് ജോസഫ് വല്യാക്കൽ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സതിയമ്മ അരവിന്ദാക്ഷൻ, NS കുഞ്ഞുമോൻ, സ്മിത രാജേഷ്, ഹെഡ് മിസ്ട്രസ് S അനിതാകുമാരി, PTA പ്രസിഡന്റ് രാജീവ് മോഹനൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നപ്ര സ്വദേശി അരുൺ ബാബു ആൻഡോയുടെ ഉദാപ്പുളത സത്വങ്ങൾ എന്ന നോവലിനെ ആസ്പദമാക്കി പുസ്തക ചർച്ചയും നോവലിസ്റ്റിന് അനുമോദനവും നൽകി. വയലാർ രാമവർമ്മ ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. അതൊക്കെ നമുക്ക് പരിചിതമായി, പക്ഷേ ഈ പുസ്തകം കണ്ണൂരോ അല്ലെങ്കിൽ കേരളത്തിലെ പുറത്തോ ഉള്ളവരാണ് വായിക്കുമ്പോൾ ഈ ഒരു തീരദേശത്തെ കുറിച്ച് ഒരു അറിവ് കിട്ടുകയാണ്. അപ്പൊ ആ വായിക്കുന്നയാൾ കാണാത്ത ഒരു വാക്കാട് കൂടി അല്ലെങ്കിൽ ഒരു തീരദേശം, അവിടുത്തെ മനുഷ്യന്റെ ജീവിതം, ആ മനുഷ്യന്റെ ഭാഷ, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട രീതികൾ, ഇങ്ങനെയെല്ലാമുള്ള ഒരു സംസ്കാരമാണ് ഒന്ന് മറ്റു മനസ്സിലേക്ക് പറയുന്നത്. അത് നിശ്ചയമായും പുസ്തകത്തിലൂടെ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. ആ പുസ്തകത്തിലെ ആത്മത്തെ വായിക്കുമ്പോൾ മനസ്സിലാവും. ഒന്ന് പ്രത്യേകമായി എന്നെ ഒന്ന് പരാമർശിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ പദങ്ങളുടെ ഒരു ശേഖരം. ചടങ്ങിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് R റെജിമോൻ അധ്യക്ഷനായിരുന്നു. സമിതി അംഗം V ഉപേന്ദ്രൻ പുസ്തകാവതരണം നടത്തി. പുന്നപ്ര തെക്കു പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ മാഖിയിൽ, VK ബൈജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, H സുബൈർ, ദിവ്യ തമ്പുരു എന്നിവർ സംസാരിച്ചു. വയനാടിനായി കൈകോർക്കാം എന്ന ആഹ്വാനത്തോടെ തലവടിയിൽ പാഴ്വസ്തുക്കളുടെ ശേഖരണ യജ്ഞം ആരംഭിച്ചു. CPM തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. വയനാട് പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്നവർക്ക് അത്താണിയാകുന്നതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിന് ലക്ഷ്യമിട്ട് CPM തലവടി തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാഴ്വസ്തുക്കളുടെ ശേഖരണ യജ്ഞം ആരംഭിച്ചു. പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം തലവടി തെക്ക് വാലിയിൽ ബറക്ക ഭവനിൽ പൊതുപ്രവർത്തകൻ ഡോക്ടർ ജോൺസൺ V ഇടുക്കുളയിൽ നിന്നും പാഴ്വസ്തുക്കൾ ശേഖരിച്ച് തലവടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം നിർവഹിച്ചു. ചടങ്ങിൽ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MK സജി അധ്യക്ഷനായിരുന്നു. തലവടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KE എബ്രഹാം പദ്ധതി വിശദീകരണം നടത്തി. കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രകൃതി ദുരന്തമാണ് വയനാടിന് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നൂറുകണക്കിന് സഹോദരങ്ങൾ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ നമ്മെ വിട്ടുപോയിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ട് എന്തെല്ലാം രാഷ്ട്രീയമായും മതപരമായും സാമുദായികപരമായും ഒക്കെ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഒരു ദുരന്തം നമ്മൾ നേരിടുമ്പോൾ അതിനെ ഒറ്റക്കെട്ടായി നമ്മൾ നേരിടുക എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം. നമുക്ക് സമാനമായ 2018-ലെയും 2019-ലെയും ഒക്കെ പ്രളയത്തിൽ നമ്മൾ സ്വീകരിച്ച നിലപാടാണ്. ദുരന്ത സമയത്ത് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ ആ ദുരന്തത്തിലകപ്പെട്ടിരിക്കുന്നവരെ അവിടുന്ന് രക്ഷപ്പെടുത്തുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന ഒരു ഉദ്യമമാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പല ഘട്ടത്തിലും ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാ വീടുകളും സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഓരോരുത്തരും താല്പര്യമനുസരിച്ച് അവർക്ക് പറ്റാവുന്ന രീതിയിലുള്ള ചെറിയതും വലുതുമായ സഹായങ്ങൾ ചെയ്യിക്കുക എന്നുള്ള പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഓരോ വീടുകളും കയറുകയാണ്. അതിൻ്റെ ഭാഗമായി പ്രദേശങ്ങളിലും നാട്ടിലുള്ള
ഉപയോഗശൂന്യമായ പാഴ്വസ്തുക്കൾ ശേഖരിച്ച് അതിൽ നിന്നും വിറ്റ് കിട്ടുന്ന പണം ഉപയോഗിച്ച് ആ 25 വീട് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് DYFI പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോക്കൽ കമ്മിറ്റി അംഗം PD സുരേഷ്, PK സദാനന്ദൻ, ബ്രാഞ്ച് സെക്രട്ടറി വിൽസൺ പൊയ്യാലുമാലിൽ, സാം വി മാത്യു, ദാനിയൽ തോമസ്, NM മോനിച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി വേറിട്ട കാഴ്ചയൊരുക്കി എടത്തുവ പച്ച ചെക്കടിക്കാട് ലൂർദ് മാതാ ഹയർ സെക്കൻഡറി സ്കൂൾ NSS വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 77 വർഷങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ പച്ച ചെക്കടിക്കാട് ലൂർദ് മാതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS വോളണ്ടിയർമാർ അണിനിരുന്നത് 77 പതാകകളും 77 ചെടികളുമായാണ്. ആഘോഷം 78ാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെതായപ്പോൾ വീണ്ടും എത്തി ഒരു പതാകയും ഒരു ചെടിയും കൂടി. സ്കൂളിലെ മറ്റു കുട്ടികൾക്ക് ഇത് വേറിട്ട കാഴ്ചയായി. സ്വാതന്ത്ര്യ ദിനാഘോഷം പ്രിൻസിപ്പൽ തോമസ് കുട്ടി മാത്യു ചീരമ്പേലിൽ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും കാത്തു സൂക്ഷിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ഈ സ്വാതന്ത്ര്യം നമ്മളിന്ന് അനുഭവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് നമ്മുടെ ഓരോ പൗരനും. നമുക്കറിയാം, നമ്മുടെ സ്കൂളിലെ NSS വോളണ്ടിയേഴ്സ് ഇന്ന് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഈ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അവർ സ്കൂളിന് സംഭാവന ചെയ്ത ചെടികൾ, അതായത് ഹാങ് ചെയ്യുന്ന ചെടികൾ, പായലും ചെടിയും ഉൾപ്പെടെയുള്ള ചെടികൾ, ഒരു ചെടിയും ഒരു കൊടിയും എന്നുള്ള മുദ്രാവാക്യവുമായി 77 ചെടികളും 77 കൊടികളുമായിട്ടാണ് നമ്മുടെ കുട്ടികളെ ഈ സ്വാതന്ത്ര്യദിനത്തിൽ പങ്കെടുക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ 77ാം വാർഷികത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ ചടങ്ങ് പച്ച ചെക്കടിക്കാട് ലൂർദ് മാതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS വോളണ്ടിയേഴ്സിന് അത് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചത്, ഒന്ന്, സ്കൂളിൻ്റെ ക്യാമ്പസ് മനോഹരമാക്കുക, 2, നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയെ സംരക്ഷിക്കുക, 3, അതോടൊപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ആ സ്വാതന്ത്ര്യദിനം നുകരുക. NSS പ്രോഗ്രാം ഓഫീസർ ബിൽജ ജോസ്, ഷിജോ സേവ്യർ കല്ലുപുരയ്ക്കൽ, റിസ്ലി വി വർഗീസ്, NSS ലീഡേഴ്സായ മിഥുൻ നോബിൾ, അലക്സ് ടി സുനി, അലീന ജിജോ തുടങ്ങിയവർ പങ്കെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാന്നാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കുട്ടമ്പരൂർ വൈദ്യനാഥപുരം ആയുർവേദ ആശുപത്രി കേന്ദ്രീകരിച്ചായിരുന്നു മെഡിക്കൽ ക്യാമ്പ്. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം AKPA മുൻ ജില്ലാ പ്രസിഡന്റ് സാനു ഭാസ്കർ നിർവഹിച്ചു. ഇതില്ല എന്നുള്ളത് പോലും നമ്മുടെ ശരീരത്തെ നമ്മളൊരു ജീവിതചര്യയാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഉണ്ട്. ഈ ഒരു അർത്ഥം ഏറ്റെടുത്തുകൊണ്ട് മാത്രമല്ല, നമുക്ക് ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടായി, ഇതുപോലൊരു സ്ഥാപനം ഉണ്ടായി, ഇവിടെ നമുക്ക് വന്ന് ചേരാനുണ്ടായി, നമുക്ക് സർവ്വസ്വാതന്ത്ര്യമാണ്. പാത്രത്തിൽ അനുദിനം പുരോഗതിയിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥാപനം, വളരെയധികം പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഒരു സേവനം നമ്മളിവിടെ ഉപയോഗിക്കുകയാണ്. ഉദ്ഘാടന യോഗത്തിൽ സംഘടന മാന്നാർ യൂണിറ്റ് പ്രസിഡന്റ് നിയാസ് അധ്യക്ഷനായിരുന്നു. വൈദ്യനാഥപുരം ആയുർവേദ ഡോക്ടർ R. ശ്രീജിത്ത് മുഖ്യപ്രഭാഷണവും ദൈനംദിന ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും അവയിൽ നിന്നും മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്ന അസുഖങ്ങൾ എന്നിവയെക്കുറിച്ചും വിശദമായ ക്ലാസ് നയിച്ചു. തുടർന്ന് ക്യാമ്പിലെത്തിയവർക്കുള്ള പരിശോധനകൾ നടത്തി. ജീവിതശൈലിയാണ് നമ്മുടെ അസുഖത്തിന് കാരണം. അപ്പം നമ്മളൊന്ന് പുറമോട്ട് ചിന്തിച്ചാൽ, ഇപ്പം എൻ്റെയൊക്കെ ജനസമയം 1990 മുന്നേ ഇപ്പോൾ ഈ പറയുന്ന ക്യാൻസർ എന്ന് പറയുന്ന അസുഖം അന്ന് 1000 പേരിൽ ഒരാളിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 100 പേരിൽ 50ലേക്ക് വന്നു. അപ്പോൾ അതിന് മുന്നേ ഉണ്ടായിരുന്ന കേരളത്തിൻ്റെ കാലാവസ്ഥയും അതിന് ശേഷമുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റമാണ്. എല്ലാവരും ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് തന്നെ ആണെങ്കിൽ എത്ര ആശുപത്രികൾ വന്നു, എത്ര മെഡിക്കൽ സ്റ്റോറുകൾ വന്നു, എത്ര ഹോസ്പിറ്റലുകൾ വന്നു, എത്ര ഹോട്ടലുകൾ വന്നു. അപ്പം നമുക്ക് കിട്ടുന്ന ഭക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമായി ഈ കുറഞ്ഞ കാലയളവിൽ. അതായത് വലിയ ചിന്തകൾ വേണ്ട, ഏറ്റവും കുറഞ്ഞ സമയം. എൻ്റെ മൊബൈലൊക്കെ വന്നിട്ട് ഇപ്പോൾ എത്രയായി? 2000-ന് ശേഷമാണ് മൊബൈൽ കൂടുതലായിട്ട് വന്നത്. അപ്പോൾ ഈ 24 വർഷം കൊണ്ട് അസുഖങ്ങളുടെ പ്രസരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടി. യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി സാമു ഭാസ്കർ, മേഖലാ ട്രഷറർ സാമുവൽ PJ, മേഖലാ PRO ജിതേഷ് ചെന്നിത്തല, ജോർജ് ഫിലിപ്പ്, യൂണിറ്റ് ഇൻചാർജ് ജയൻ ലുക്മി, യൂണിറ്റ് ട്രഷറർ M. മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ CITU കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുടിയില്ലായ്മയ്ക്ക് ഒരു പരിഹാരം എന്ന പേരിൽ സെമിനാർ നടത്തി. ചങ്ങനാശ്ശേരി അർക്കാലിയ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടത്തിയ സെമിനാറിൽ 50ഓളം അംഗങ്ങൾ പങ്കെടുത്തു.
സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷേർലി സജി, സംസ്ഥാന സെക്രട്ടറി സൂസൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ലാലി ബാബു, ജില്ലാ സെക്രട്ടറി ഷേർലി ആന്റണി, ട്രഷറർ ആശാ രവി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സംഘടനാ പ്രതിനിധി മനോജ് ഹെയർ എക്സ്റ്റൻഷൻ ക്ലാസ് നയിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6530 രൂപ, പവന് 52,240 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.